നമസ്കാരം. ഗാസയിലെ പൗരന്മാരെ അവിടെ നിന്ന് ഒഴിപ്പിച്ച് മറ്റ് രാജ്യങ്ങളിലേക്ക് മാറ്റാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നിർദ്ദേശത്തിനെതിരെ ആയുധമെടുത്ത് പോരാടാൻ ആഹ്വാനവുമായി ഹമാസ് നേതാവ്. ലോകമെമ്പാടുമുള്ള ഹമാസ് അനുകൂലികളോടാണ് ഇയാൾ ഇക്കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നത്. സമി അബു സുഹ്രി എന്ന ഹമാസ് നേതാവാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇക്കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഗാസയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് ദുരിതവും അതുപോലെ കൂട്ടക്കൊലയും ഉറപ്പുതരുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം അമേരിക്ക നടത്തുന്നത് എന്നാണ് ഇയാൾ ആരോപിക്കുന്നത്. കയ്യിൽ കിട്ടിയ എന്ത് ആയുധവും എടുത്ത്, അത് തോക്കാകട്ടെ കല്ലാകട്ടെ എന്തും എടുത്തുകൊണ്ട് ഈ ഒരു നീക്കത്തിനെതിരെ രംഗത്തെത്തണം എന്നാണ് ഇപ്പോൾ ഇയാൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഈ ഹമാസ് നേതാവിൻ്റെ ആവശ്യം വളരെ അസന്നിഗ്ധമായ ഒരു സാഹചര്യത്തിലാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ഗാസയിലെ ജനങ്ങൾ ഒന്നടങ്കം ഇപ്പോൾ ഹമാസിനെതിരെ തിരിഞ്ഞിരിക്കുന്ന ഒരു സന്ദർഭമാണ്. അവിടെ നിരന്തരമായി ഹമാസിനെതിരെ ഇപ്പോൾ അവിടെ റാലിയും മറ്റും നടക്കുന്നുണ്ട്. ഇതിൽ ആളുകൾ യാതൊരു ഭയവും കൂടാതെ തന്നെയാണ് പങ്കെടുക്കുന്നത്. ഹമാസ് നേതൃത്വം തങ്ങളോട് പ്രതികാരം വീട്ടും എന്ന് വ്യക്തമായി അറിയാവുന്ന ജനങ്ങൾ തന്നെയാണ് ഇതിനെതിരെ ഇപ്പോൾ ശക്തമായി രംഗത്തെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഒരു പ്രതിഷേധ റാലിയിൽ പങ്കെടുത്ത ഒരു വ്യക്തിയെ ഹമാസ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയിരുന്നു. ഇയാളെ അതിഭീകരമായി മർദ്ദിച്ചതിന് ശേഷം വീടിന് മുന്നിൽ കൊണ്ടുവന്ന് ഉപേക്ഷിക്കുകയായിരുന്നു. ഇത് തങ്ങൾക്കെതിരെ പ്രതിഷേധം നടക്കുന്നവർക്കുള്ള ഒരു മുന്നറിയിപ്പായിട്ടാണ് ഹമാസ് ഒരുപക്ഷെ കണക്കാക്കിയിരിക്കുന്നത്. എന്നാൽ ഹമാസ് ഇപ്പോൾ കൂടുതൽ ഒറ്റപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തങ്ങൾക്ക് ഈ ദുരിതങ്ങളെല്ലാം വരുത്തിവെച്ച ഹമാസ് നേതാക്കന്മാരെല്ലാം വളരെ സുരക്ഷിതരായി ഖത്തറിലും തുർക്കിയിലും ഒക്കെ കഴിയുന്നു എന്ന സത്യം വളരെ വൈകിയെങ്കിലും അവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്നൊക്കെ തന്നെ നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യം. അതേസമയം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആകട്ടെ വളരെ കൃത്യമായി ട്രംപിൻ്റെ നിർദ്ദേശങ്ങൾ എങ്ങനെ നടപ്പിലാക്കാം എന്നുള്ളത് സംബന്ധിച്ച് ചർച്ചകൾ തുടരുകയാണ് എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിനുള്ള മാർഗങ്ങൾ വിദഗ്ധരുമായി ഇസ്രായേൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നെതന്യാഹു വ്യക്തമാക്കിയിരിക്കുന്നത്. ഗാസയിൽ താമസിക്കുന്ന 2.4 ദശലക്ഷം ജനങ്ങളെ മറ്റു രാജ്യങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുന്ന കാര്യത്തിൽ പ്രായോഗികമായ നിർദ്ദേശം തന്നെയാണ് എന്നാണ് നെതന്യാഹു പറയുന്നത്. പക്ഷേ ലോകത്തെ ഭൂരിപക്ഷം അറബ് രാജ്യങ്ങളും ഫലസ്തീൻ അനുകൂലികളും ഒക്കെ തന്നെ ഇതിനെതിരെ ശക്തമായി രംഗത്തെത്തിയിട്ടുണ്ട്. മാത്രമല്ല ഐക്യരാഷ്ട്രസഭയും ഇത് വംശീയമായ ഒരു ഹത്യയായി മാറും എന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്താണെങ്കിലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം, ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഗാസ ഏറ്റെടുത്ത് വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി വികസിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. പക്ഷേ അത് എത്രത്തോളം പ്രായോഗികമാകും എന്ന് ഇനിയും കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ഗാസയിൽ നിന്നുള്ള ജനങ്ങളെ താമസിപ്പിക്കുന്നതിനായി ഈജിപ്തും ജോർദാനും ആണ് പറ്റിയ രാജ്യങ്ങളെന്നാണ് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നത്. എന്നാൽ ഈ രണ്ട് രാജ്യങ്ങൾ ഈ നിർദ്ദേശം തള്ളിക്കളയുകയായിരുന്നു. പകരം ഈജിപ്റ്റ് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനായോ അല്ലെങ്കിൽ പുനരധിവസിപ്പിക്കുന്നതിനായോ മറ്റൊരു നിർദ്ദേശവും സമർപ്പിച്ചിരുന്നു. എന്താണെങ്കിലും ട്രംപിൻ്റെ പല നടപടികളും ആഗോളതലത്തിൽ തന്നെ വിമർശിക്കപ്പെടുന്ന സാഹചര്യത്തിൽ എത്രത്തോളം പ്രായോഗികമായി നടപ്പിലാക്കാൻ കഴിയും എന്ന് സംശയമാണ്. ഏതായാലും ആയുധമെടുത്ത് പോരാടാനൊക്കെയുള്ള ഹമാസ് നേതാവിൻ്റെ ആഹ്വാനം അത് ജനങ്ങൾ അർഹിക്കുന്ന പരിഹാസത്തോടെ അല്ലെങ്കിൽ പുച്ഛത്തോടെ തള്ളിക്കളയാൻ തന്നെയാണ് സാധ്യത.